അപ്പോൾ ചെറിയൊരു അബദ്ധം പറ്റി ഗൈസ്. അബദ്ധം എന്ന് വെച്ചാൽ വലിയ അബദ്ധമൊന്നുമല്ല, നമ്മളെല്ലാവർക്കും പറ്റാവുന്ന തരത്തിലുള്ള ഒരു കുഞ്ഞബദ്ധം നമുക്കും പറ്റി. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ എന്താണ് അബദ്ധം പറ്റിയതെന്ന് നിങ്ങൾക്കും മനസ്സിലാവും. അപ്പോൾ ഇന്ന് റിച്ചൂസിൻ്റെ സ്കൂൾ പൂട്ടുന്ന ദിവസമാണ്. അപ്പോൾ റിച്ചൂസിൻ്റെ സ്കൂളാണ് കേട്ടോ ഇത്. അപ്പോൾ റിച്ചൂസിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു. ഉച്ചവരെ ഇന്ന് ഉണ്ടാവുമല്ലോ എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കൂൾ ബസ്സിലായതുകൊണ്ട് വൈകുന്നേരമല്ലേ സ്കൂൾ ബസ് വരുള്ളൂ. അതുകൊണ്ട് ഉച്ചക്ക് കൂട്ടാൻ വരുന്നവർക്ക് കൂട്ടാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റിച്ചൂസിനെയും കൂട്ടിയിട്ട് പയ്യന്നൂർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൾ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടുപേരുമാണ് റിച്ചൂസിനെ കൂട്ടാൻ പോയത്. അപ്പോൾ റിച്ചൂസിനെയും കൂട്ടിയിട്ട് ഒന്ന് പയ്യന്നൂർ വരെ പോയിട്ട് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പയ്യന്നൂർക്ക് പോകാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് നേരെ മാത്തിലേക്ക് സ്കൂട്ടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ മാത്തിലെത്തിയിട്ട് മാത്തിൽ നമ്മൾ ബസ്സിന് പയ്യന്നൂരേക്ക് പോകാൻ, അങ്ങനെയാണ് നമ്മളുടെ ഒരു പ്ലാൻ. അങ്ങനെ ഇത് ഞാനും റിച്ചൂസും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് നമ്മൾ 3 പേരും കൂടിയിട്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് നേരെ മാത്തിലേക്ക് പോവുകയാണ്. മാത്തിലിത് നമ്മളിവിടെയാണ് കേട്ടോ സ്കൂട്ടി വെക്കുന്നത്. എൻ്റെ സ്കൂട്ടി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എൻ്റെ ഇലക്ട്രിക് ആയതുകൊണ്ട് കയറ്റം കയറാനൊക്കെ പണിയാണ്. അപ്പോൾ റിച്ചൂസിൻ്റെ സ്കൂളിലേക്ക് കുറച്ച് കയറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ സ്കൂട്ടിയിൽ നമ്മൾ 3 പേരും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ പയ്യന്നൂരേക്ക് പോകുന്നില്ല കേട്ടോ. സ്കൂട്ടി എടുത്തിട്ട് നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് അങ്ങനെ റിസ്ക് ഒന്നും എടുക്കാറില്ല. അത്യാവശ്യം അടുത്ത് മാത്രമേ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് സ്കൂട്ടിയിലൊക്കെ പോകാറുള്ളൂ. അപ്പോൾ ഇതാ ബസ് കാത്തൊക്കെയാണ്. അപ്പോൾ ഇരുന്നതും ബസ് വന്നതും ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഇതാണ് ബസ്. അപ്പോൾ ബസ് നിങ്ങൾ നോക്കിയേ, ആരുമില്ല. ഞാൻ വിചാരിച്ചു എന്താ ഇങ്ങനെ, കാരണം പയ്യന്നൂരേക്ക് പോകുമ്പോൾ എപ്പോഴും നല്ല തിരക്കുണ്ടാവും. നല്ല തിരക്കും അതുപോലെ കുറച്ചാണെങ്കിലും എന്തായിട്ടുണ്ടാവും. പിന്നെ നമ്മളും ഡൗട്ട് അടിച്ചു, എന്താ ഇങ്ങനെ, ആൾക്കാരൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മൾ ബോർഡ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് വഴി മാറി ഗൈസ്. എന്താ പറ്റിയത്, നമ്മൾ ബസ് മാറി കയറിയെന്ന് വെച്ചാൽ പയ്യന്നൂരേക്കുള്ള ബസ്സാണ്. പക്ഷേ കോറം വഴി ആണ് ഇത് പോകുന്നത്. നമുക്ക് പോകേണ്ടത് നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ടിലൂടെയാണല്ലോ. എങ്കിലും ഈ വഴി പോയാലും പയ്യന്നൂരേക്ക് എത്തും, എങ്കിലും റൂട്ട് മാറ്റാണ്. നമ്മളാകെ ടെൻഷൻ അടിച്ചു. പിന്നെ വിചാരിച്ചു ഏതായാലും പയ്യന്നൂരേക്കല്ലേ പോകുന്നത്, പയ്യന്നൂർ എത്തും, ഒരു 5 മിനിറ്റ് വൈകിയാൽ എന്താണെന്ന് വിചാരിച്ച് അങ്ങനെ ധൈര്യത്തോടെ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ചടപടാ വേഗം ബോർഡ് നോക്കിയിട്ട് പയ്യന്നൂർ, ഓക്കെ പയ്യന്നൂർ കാണുന്നുണ്ടല്ലോ, അങ്ങനെ കയറിപ്പോയി. പക്ഷേ ഏത് റൂട്ടിലെ കൂടെയാണ് പോകുന്നതെന്ന് നമ്മൾ അത്ര ശ്രദ്ധിച്ചിട്ട്, അതാണ് ഇങ്ങനെ പറ്റാൻ കാരണം. സാരമില്ല, ഏതായാലും പറ്റി, നമുക്ക് നാടും കാണാം, കുറച്ചധികം യാത്രയും ചെയ്യാം. അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബസ്സിൽ പോവുകയാണ്. അപ്പോൾ എന്നെപ്പോലെ നിങ്ങൾക്കും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു അബദ്ധങ്ങളൊക്കെ പറ്റിക്കാണും അല്ലേ. പ്രത്യേകിച്ച് ബസ്സിലൊക്കെ പോകുന്നവരാണെങ്കിൽ ചിലപ്പോൾ ബസ് മാറിക്കേറിയെന്ന് വരാം, ചിലപ്പോൾ ഉറങ്ങിപ്പോവാം അല്ലേ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു അബദ്ധങ്ങൾ പറ്റാത്തവരായിട്ട് ആരാ ഉള്ളത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ലൈഫിൽ ഒരു മെമ്മറീസ് ആയിട്ട് എപ്പോഴും ഉണ്ടാവും അല്ലേ. നമ്മൾ അങ്ങനെ പണ്ട് ബസ് പോയിരുന്നു, ബസ് മാറി കയറിയിരുന്നു എന്നൊക്കെ കുറേ കഴിയുമ്പോൾ നമുക്ക് ഓർത്ത് ചിരിക്കാൻ ഒരു സംഭവം തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള മനോഹര നിമിഷങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ കൃത്യസമയത്തായിരിക്കില്ലേ പോകുന്നത്. അപ്പോൾ ബസ്സൊക്കെ മാറി കയറിയാൽ പണി കിട്ടും അല്ലേ, ജോബ് തന്നെ ഇല്ലാണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ച് ബോർഡ് നോക്കി മാത്രം കയറുക. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ കോറോം വഴി പെരുമ്പാ റൂട്ടിലേക്ക് ഇങ്ങനെ കയറി. അപ്പോൾ ഇതാ നമ്മുടെ പയ്യന്നൂർ എത്താനായിട്ടുണ്ട്. അപ്പോൾ പയ്യന്നൂർ എന്താ പോയെന്ന് വെച്ചാൽ, എൻ്റെ ഫ്രണ്ടിനൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാനുണ്ടായിനെ. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കണം. അതുപോലെ തന്നെ റിച്ചൂസിൻ്റെ പാദസരം പൊട്ടി. അപ്പോൾ ഇതാ പുതിയ പാദസരമാണ് ഈ ഒരു പ്രിയ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയിട്ട് ഒരു 5 മാസമായിട്ടുണ്ടാവും. പക്ഷേ 5 മാസത്തിനുള്ളിൽ 2 തവണയായി ഈ പാദസരം പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ വെള്ളി ആഭരണങ്ങൾ വാങ്ങിയാൽ നമുക്കറിയാം എത്ര കൊല്ലം നിൽക്കുമല്ലേ, കുറേ കൊല്ലം നിൽക്കും. എന്നിട്ട് അത് കറുപ്പടിച്ചിട്ടൊക്കെ നമ്മൾ മാറ്റേണ്ട അവസ്ഥയായിരുന്നു പണ്ടൊക്കെ. പക്ഷേ ഇപ്പം വെള്ളിയൊക്കെ വെറും ഡാമേജ് സാധനങ്ങളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം റിച്ചൂസിൻ്റെ തന്നെ ഇപ്പോൾ 2ാമത്തെ തവണയായി ഞാനിങ്ങനെ മാറ്റുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ജ്വല്ലറിയിലൊക്കെ പോയിട്ട് റിച്ചൂസ് സ്കൂളിൽ നിന്ന് ഇത്തിരി ചോറ് മാത്രമേ കഴിച്ചിട്ടു. അപ്പോൾ അവൾക്ക് കുറച്ച് ബിരിയാണിയൊക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഹോട്ടലിൽ കയറി അങ്ങനെ ബിരിയാണിയൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ പയ്യന്നൂർ പോയിട്ടുള്ള എല്ലാ വീഡിയോസും എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റോഡാണ്, നല്ല തിരക്കുള്ള ടൗണാണ്. അപ്പോൾ ശ്രദ്ധിച്ചൊക്കെ നടന്നിട്ടില്ലെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് എല്ലാം കവർ ചെയ്തിട്ടില്ല, അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ കവർ ചെയ്തിട്ടു. അപ്പോൾ ഇതാ നമ്മൾ മാത്തിൽ ഇറങ്ങിയിട്ട് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർത്തിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, ഒരു കുഞ്ഞ് അബദ്ധം പറ്റിയത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു. അപ്പോൾ അതാ റിച്ചൂസിന് അച്ഛൻ സർപ്രൈസൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർപ്രൈസൊക്കെ പൊട്ടിച്ച് നോക്കിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സാണ് നിങ്ങളെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റാ ബൈ, സീ യു.